ഇതിനിപ്പോ എന്താ പേര് ഞാനുമ്മേ? സാമ്പാറ്. സാമ്പാർ ആ. കണ്ണി കണ്ടതൊക്കെ വെട്ടി നുറുക്കിയിട്ട് സാമ്പാറാവോ? ആവോ? ഒക്കേറ്റിനും വേണം ഒരു കണക്ക്. ഇത്ര ആൾക്ക് ഇത്ര വെള്ളത്തിൽ ഇത്ര കായികർക്ക് ഇത്ര മസാലക്കൂട്ട്. അത് മനസ്സിലുണ്ടാവണമെങ്കിലേ ഇത് മനുഷ്യന്മാർക്ക് തിന്നാനുള്ളതാണെന്നുള്ള വിചാരം കൂടെ ആദ്യം മനസ്സിൽ വേണം. മനസ്സിലായോ? ഞാൻ ആദ്യമായിട്ട് സാമ്പാർ ഉണ്ടാക്കല്ലോ. ഞാൻ ആദ്യമായിട്ട് പറഞ്ഞുതരുമല്ലോ. എവിടെ കായം? കായോ? ഓ, ഇനിയിപ്പോ അങ്ങനെ ഒരു വസ്തു കേട്ടിട്ടേ ഇല്ല. ഉപ്പ് വെക്കേണ്ട അടുത്ത് ഒലക്ക കൊണ്ടുപോയി എന്ത് പറഞ്ഞാലും മനസ്സിലാവാത്തൊരു തള്ള. ആരായാലും ശരി, എന്നെ തള്ളയെന്ന് വിളിക്കുന്ന എനിക്കിഷ്ടല്ല. വേണ്ട, മോളേന്ന് വിളിക്കാം. എന്താ പോരെ? മോളെ തുടങ്ങിയോ രണ്ടാളും? സാമ്പാറിലെ ഒരു അല്പം മസാല കൂടി. അപ്പൊ ജാനും ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ചു. അപ്പൊ സാമ്പാറിൽ ഒരു അല്പം മസാല അങ്ങോട്ട് കൂടി. അപ്പൊ ജാനും ഒരു അല്പം ചെന്നെടുക്ക് കൃഷ്ണ. എനിക്ക് ആ കുന്തം കൈ കൊണ്ട് തൊട്ടാ മതി. അപ്പൊ ചെവിട്ടിലിങ്ങനെ കിരികിരികിരാന്നാവും. ഓ, ഹലോ. എന്താ ജാനുമോളെ, ഓ. ഫോൺ. മോൻ പേർഷ്യന്ന് വിളിക്കണോ? കുട്ടികൾ ആരെങ്കിലും വരുമ്പോ ഒരു മൊബൈൽ ഫോൺ ഇങ്ങോട്ട് കൊടുത്തയക്ക്. അതാകുമ്പോ വിളിയും നടക്കും പണിയും നടക്കും. ആ, എന്താ പണി? ആ അടുപ്പത്ത് കിടന്ന് തിളയ്ക്കുന്ന പാവം സാമ്പാറിന്റെ കഷ്ണത്തിന് അറിയാം ജാനുമ്മയുടെ പണിത്തിരക്ക്.